നമ്മൾ സിട്രോൺ കിട്ടി. ഇതാണ് നമ്മളിപ്പോൾ സിട്രോൻ്റെ ബോണറ്റാണ് നിങ്ങൾ കാണുന്നത്. ഫ്രണ്ട് ഇത്രയും കുറച്ച് കാലമായിട്ട് നമ്മളൊരു സലറി അല്ലായിരുന്നു. അപ്പോൾ അത് നമ്മുടെ സിട്രോൻ സർവീസ് കൊടുത്തിരുന്നു. പക്ഷേ ഓണത്തിന് മുന്നേ കൊടുത്തിയാൽ പക്ഷേങ്കിൽ ഒരുപാട് സമയം എടുത്തു. അങ്ങനെ ഇപ്പോൾ സിട്രോൺ തിരിച്ചു കിട്ടി. ഇപ്പോൾ ഇതാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. ഉടുപ്പി മൂകാംബി യാത്ര നമ്മൾ ഏകദേശം പയ്യന്നൂരെത്താനായി. ഹൈവേയിൽ കയറി ഹൈവേൻ്റെ വക്കിൽ നടന്നുകൊണ്ടിരിക്കുക. സാരഥി പച്ചപ്പരിപ്പ്, ഗ്രീൻ പീസ്, ചെറിയ ഗ്രീൻ പീസ് നല്ല സ്പൈസിയോടെ കണ്ണൂരിൽ നിന്ന് ഷീനിലേക്ക് ചെറുതായി ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഞാൻ ഹൈവേൻ്റെ കാഴ്ച എവിടെയെല്ലാം പണി നടന്നുകൊണ്ടിരിക്കുക. അത് ശരിയായിട്ടില്ല. ഞായറാഴ്ച ആണെങ്കിലും ചെറിയൊരു ട്രാഫിക്കൊക്കെ ഉണ്ട് റോഡിൽ. ഇതിപ്പോൾ പയ്യന്നൂർ എത്തിയിട്ടില്ല. ഇവിടെ ഹെൽമെറ്റ് വിൽക്കുന്നുണ്ട്. ഇതാ ഹെൽമെറ്റ് കച്ചവടം. അവിടെ നിന്ന് കല്യാണം ഉപ്പും മുളകും അല്ലേ? ഭയങ്കര തിരക്കില്ല റോഡില്ല. കഴിക്കുന്ന ഉപ്പും മുളകും ഞാൻ വെച്ചാൽ കല്യാണം അവിടെ അത് ഫേമസ് ആയിരിക്കും കേട്ടോ. ലുങ്കികളോ അങ്ങനെ തോർത്തല്ല. പുഴയോരം തട്ടുകട ഇതിങ്ങനെ കണ്ടിട്ടുണ്ട്. പുഴയോരം തട്ടുകട മറ്റിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളപ്പോൾ പയ്യന്നൂരിന് മുന്നേ ഈ സ്ഥലത്തിൻ്റെ പേര് കവ്വയ്യ. പയ്യന്നൂരിന് മുന്നേ ഉള്ളൊരു പുഴയാണ്. പുഴയായിരുന്നു. പയ്യന്നൂർ ടൗൺ കേട്ടോ. നമ്മൾ നേരെ അത് പെരുമ്പോൾ പയ്യന്നൂർ ടൗണിൽ പോയാൽ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ ഇങ്ങ് പോയാൽ പെരുമ്പാന്ന് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിലും പോകാൻ നമുക്ക് കാസർഗോഡ് മംഗലാപുരം ഇങ്ങനെ പോവാം. ഇത് പയ്യന്നൂർ ടൗണിൻ്റെ കാഴ്ചകളാണ്. സർക്കിൾ ഉണ്ടല്ലോ ഈ പയ്യന്നൂർ ടൗൺ. ഇതിൽ ഹൈവേയും പയ്യന്നൂർ ബസ് സ്റ്റാൻഡില്ല പുതിയ ബസ് സ്റ്റാൻഡ് തമ്മിൽ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ടൈഗൂൺ ഉണ്ടോ? പുതിയ ടൈഗൂൺ പോകുന്നത് ഇതാ ടെമ്പററി രജിസ്ട്രേഷനാണ്. 5 സ്റ്റാർ സേഫ്റ്റി അടിപൊളി വെഹിക്കിളാണ്. പൈസ ഉണ്ടോ വാങ്ങിക്കാൻ പറ്റിയ വെഹിക്കിളാണ്. ഇന്നല്ലേ ആൾക്കാർ വാങ്ങിക്കുന്നത്. ഇതാണ് നമ്മളെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഹൈ റൈഡറും ഹൈ ക്രോസും. ഹൈ റൈഡർ വേറെ ഹൈ ക്രോസ് വേറെ. രണ്ടും ലിറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഹൈ റൈഡറും ഹൈ ക്രോസും രണ്ടാണ്. പക്ഷേ രണ്ട് ഹൈബ്രിഡ് അല്ലേ? രണ്ടും ഹൈബ്രിഡ് ആണ്. ഹൈ ക്രോസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഇന്നോവേൻ്റെ ഒരു കുറച്ചൊരു ബാക്ക് പോർഷനിലേക്ക് വരുമ്പോൾ കാറിൻ്റെ ബാക്ക് പോർഷനിലേക്ക് ബാക്ക് സെഗ്മെന്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഇസ് ക്വൈറ്റ് ബിഗ്. ലാർജർ സൈസ് ദാൻ ഹൈ റൈഡർ. ഹൈ റൈഡർ ബാക്ക് സെഗ്മെന്റിലേക്ക് അത് വരുമ്പോൾ അത് ഒരു എന്താ പറയുക ഒന്നിങ്ങനെ ഒന്ന് ഒതുങ്ങി വരുന്ന പോലെയാണ്. ബാക്ക് ഡിസൈൻ വ്യത്യാസമുണ്ടല്ലോ. ബാക്ക് ഡിസൈൻ ഇസ് ടോട്ടലി ഡിഫറെന്റ്. അത് ഞാൻ ഈ അടുത്താണ് മനസ്സിലാക്കിയത്. കൂറുമ്പ ഹോട്ടൽ നമ്മൾ പയ്യന്നൂർ പാസ് ചെയ്ത് അതേപോലെ വേറൊന്നുണ്ട് ടൈസർ. അത് വേറൊരു സെഗ്മെന്റ് ആണ് ടൊയോട്ടയില്. പയ്യന്നൂർ ടൗണ്. അപ്പോൾ ഇനി നമ്മളെ യാത്രാ ലക്ഷ്യം ഉടുപ്പിയാണ്. ടൈസർ ഇല്ലേ ഫ്രാൻസിന്റെ ഒരു വേറെ മോഡലാണ് ടൈസർ. മെറ്റിയോർ എൻഫീൽഡ് മെറ്റിയോർ. എനിക്ക് വണ്ടി ഉണ്ടായിരുന്നു പണ്ട്, കുറച്ച് വണ്ടി ഉണ്ടായിരുന്നു. 2-3 കൊല്ലം. അടിപൊളി വണ്ടിയാണ്, നല്ല കംഫർട്ടാണ്. മൂപ്പര് നല്ല എൻജോയ് ചെയ്ത് പോകുന്ന ടൈല്. ഒഴിയുണ്ടോ നോക്കട്ടെ. റോഡിൽ ഹൈവേൻ്റെ പണി ഇങ്ങനെ പകുതി ആയിട്ട് നിൽക്കുക. എല്ലാ ദിവസം പണി കഴിഞ്ഞല്ലേ? ഇങ്ങനെ കുറച്ച് ലൈനിങ് വർക്കും അങ്ങനത്തെ വർക്കും.
ട്രാജഡി അല്ലേ. കംപ്ലീറ്റ് ഹൈവേക്ക് വേണ്ടി മണ്ണെടുത്ത കാഴ്ച കണ്ട. ഇത് ക്രെയിന് നോക്കിയതാ, ക്രെയിനുണ്ട്. ഇത് ഹൈറ്റ് അത് കോൺക്രീറ്റ് ചെയ്യുന്ന ക്രെയിൻ ഇതാ ഒരു ടവർ പോലെയുണ്ട്. എന്ത് സൈസുള്ള ക്രെയിൻ. അവര് കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നത്. ഇതിൽ കോൺക്രീറ്റ് ഉണ്ട്, കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്യുന്നു. ഇവിടെയൊക്കെ നിർത്താൻ പാടാ. അടിപൊളി ബ്യൂട്ടിഫുൾ പുഴയാണല്ലേ. ഇത് പുതിയ വർക്ക് തുടങ്ങിയതാട്ടോ ഹൈവേന്റെ. കാസർഗോഡ് 42 കിലോമീറ്റേഴ്സ്. അപ്പൊ അങ്ങനെ കാസർഗോഡ് വർക്ക് പൂർത്തിയായ ഒരു ഏരിയ ആണ്. 42 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ ഇല്ലേ ടൂ ലൈനാണ്. ഡ്രൈവറെ വെച്ച് പിടിക്കുന്നുണ്ട്. ഹൈവേന്റെ ഏകദേശം പണിയിൽ കഴിഞ്ഞിട്ട് ലൈനും മറ്റേതും കിട്ടുള്ളൂ. റഫല്ലേ റഫ് റോഡാണ്. ഭയങ്കര റഫ്നെസ് റോഡ്. നേരെ വന്നിട്ട് ഡൈവേഷൻ ഉണ്ട്, ഡൈവേഷൻ ഉണ്ട്. അതാണ് വളരെ സ്പീഡിൽ വീതി കണ്ട് സ്പീഡിൽ വന്നാൽ പെട്ടെന്ന് ഡിവേഷൻ ഉണ്ടാവും. ഈ ഡിവേഷൻ ചെന്ന് ലെഫ്റ്റിൽ നിന്ന് വണ്ടി വരും. രാത്രിയിലും ഡ്രൈവേഴ്സ് ശരിക്കും ശ്രദ്ധിക്കണം അല്ലേ. അങ്ങനെ നമ്മൾ ഒന്ന് ഒരു ചെറിയൊരു 1 മിനിറ്റ് റിലാക്സിന് വേണ്ടി നമ്മളിവിടെ ഇറങ്ങിയത് കോട്ടിക്കുളം കണ്ട. എൻ്റെ ബാക്കിലൊരു ക്ഷേത്രമൊക്കെ കണ്ടു. കാസർഗോഡ് കോട്ടിക്കുളമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ്. ഇവിടെ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ, അടിപൊളിയാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രം. അതുപോലെ തൃക്കണ്ണാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കാസർഗോഡ് കോട്ടിക്കുളത്ത്. എന്ത് ഭംഗിയുടെ സ്ഥലം അറിയോ. ഇവിടെ ആൾക്കാർ കടലും മീനൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ സമയം ഏകദേശം 3:30 നമ്മളിവിടെ പിന്നെ കാസർഗോഡ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഉടുപ്പി ഗാർഡനാണ്. ഉടുപ്പി ഗാർഡൻ റെസ്റ്റോറൻറ്റ് പാർക്കിംഗ് ആണ് നിങ്ങൾ കാണുന്നത് കണ്ടോ. ഹോട്ടൽ ഉടുപ്പി ഗാർഡൻ റെസ്റ്റോറൻറ്റ് പുതിയ നാഷണൽ ഹൈവേയുടെ അടുത്താണ്. അപ്പോൾ ഇവിടെയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഉടുപ്പി ഗാർഡൻ പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഇവിടെ എന്നാ വഴി ഭക്ഷണം ഉണ്ടാവും നോക്കട്ടെ. ഉടുപ്പി ഗാർഡൻ, ഹോട്ടൽ ഉടുപ്പി ഗാർഡൻ. ഇവിടെ ആളുണ്ടല്ലോ. ഹായ്. ഇയാളിവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ പല ഇൻസ്റ്റലേഷനും ഉണ്ട് കണ്ടോ ഉടുപ്പി ഗാർഡൻ്റെ മുമ്പിൽ. വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടെ കയറിയിട്ട് ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ടോ നോക്കട്ടെ. അങ്ങനെ ഉടുപ്പി ഹോട്ടലിൽ ലഞ്ച് വന്നിട്ടുണ്ട്. ഒരുപാട് ഐറ്റം ഉണ്ട്. തൈര്, പപ്പടം, ഇതൊക്കെയാണ് ഉടുപ്പി ഹോട്ടലിലെ ലഞ്ചിൻ്റെ ഐറ്റംസ്. അങ്ങനെ ഞാൻ ഇവിടെ ഉടുപ്പി ഗാർഡനിലെ ഫുഡൊക്കെ കഴിച്ച് 130 രൂപ താലി മീൽസ്. കാസർഗോഡ് വരുവാണെങ്കിൽ വലിയ ഒരു ആവറേജ് കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. വെജിറ്റേറിയൻ ആണ്. പിന്നെ എല്ലാ വെജിറ്റേറിയൻ വെറൈറ്റിയും ഉണ്ട്. ഇത് ബ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് പോയാൽ പിന്നെ ഇനി മംഗലാപുരത്തെ ഫുഡുള്ളൂ. കാസർഗോഡ് കഴിഞ്ഞാൽ പിന്നെ ഇനി മംഗലാപുരത്തെ ഒരു നല്ല ഫുഡുള്ളൂ. അപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയത്. ഇപ്പം 3:30 ആയെങ്കിൽ നമുക്ക് ഊണൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇനി പതുക്കെ ഉടുപ്പിയിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ഏകദേശം സമയം 4 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 6 മണി 6:30 ആകുമ്പോൾ ഉടുപ്പി എത്തേണ്ട പരിപാടിയാണ് കേട്ടോ.
അപ്പോൾ ഇത് കാസർഗോഡ് പിന്നെ മംഗലാപുരം റൂട്ടിൽ ഇപ്പം ഇനോഗ്രേഷൻ ചെയ്ത നാഷണൽ ഹൈവേയുടെ ഭാഗങ്ങളാണ്. വളരെ മനോഹരമായിട്ടുള്ള സീനറിയാണ് നമുക്ക് കാണാം. ഓൾമോസ്റ്റ് എല്ലാ വർക്കും സൈഡിലുള്ള പിന്നെ ലൈറ്റ് അടക്കം എല്ലാ വർക്കുകളും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ വെച്ച് പിടിച്ചാൽ നമുക്ക് ഗോവ മുംബൈ അങ്ങോട്ടൊക്കെ എത്താം. അപ്പോൾ നല്ല അങ്ങനെ ലെഫ്റ്റിലോട്ട് അപ്പം അങ്ങനെ മനോഹരമായ കാഴ്ചയാണ്. ഏകദേശം കാസർഗോഡ് കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചകളാണ്. അങ്ങനെ നമ്മുടെ ഉടുപ്പി യാത്ര ഇപ്പം ഉടുപ്പി ടോൾ വേ, ഇത് തലപ്പാടി ടോൾ ഗേറ്റ്. ഇത് അതിർത്തിയാന്ന് തോന്നുന്നു കേട്ടോ. തലപ്പാടി അല്ല, ഉടുപ്പി ടോൾ വേ പ്രൈവറ്റ് ലിമിറ്റ്. അവർ പ്രൈവറ്റ് ടോൾ ഗേറ്റ് തലപ്പാടി ടോളായത്. അങ്ങനെ നമ്മൾ തലപ്പാടി ടോൾ ഗേറ്റ് പാസ് ചെയ്യാൻ പോവാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ടോളിൽ നിറയെ വാഹനങ്ങളാണ്. നമ്മളെ ഫാസ്ടാഗ് ഇപ്പോൾ റൈഡ് ചെയ്യായിരിക്കും. ഓക്കെ, റീഡായി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ ഒരുപാട് ട്രക്കുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. എനിക്ക് കർണാടക അപ്പോൾ ഇതിന് കർണാടകയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത്. ഇവിടെ റോഡല്ല എന്ത് വരവാന്നല്ലേ. കാസർഗോഡ് ടു തലപ്പാടി ഹൈവേയിലുള്ള യാത്ര അടിപൊളിയായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ പതുക്കെ തലപ്പാടി അതല്ല നമ്മൾ മറ്റേ കയറി. എന്ത് റോഡാത്. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ അതൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല അല്ലേ. അതല്ല നമ്മൾ ആകെ പെട്ടുപോയത് കഴിഞ്ഞ പ്രാവശ്യം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉടുപ്പി പോയിട്ട് ഒരുപാട് നേരം സമയം ഇതായിപ്പോയി അല്ലേ. ബോറിംഗ് റോഡായിരുന്നു. ഒരുപാട് സമയം എടുത്ത് മടുത്തുപോയി. ഇപ്രാവശ്യം ഇത് വലിയ കുഴപ്പമില്ല. പെട്ടെന്ന് എത്തിയ പോലെ തോന്നി കേട്ടോ. പെട്ടെന്ന് അധികം മടുപ്പായില്ല. തലപ്പാടി ബോർഡർ കർണാടകന്റെ ബോർഡർ, കാസർഗോഡ് കേരളത്തിന്റെയും കർണാടകന്റെയും ബോർഡർ പോയിന്റാണ്. ഇനി എനിക്കൊന്ന് ഇങ്ങോട്ട് കർണാടക സ്റ്റേറ്റ് എവിടെ എഴുതിയിട്ടുണ്ടാവും. കർണാടക സ്റ്റേറ്റ് ഇനി കന്നഡയിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇനിയും നല്ല റോഡല്ലേ. പക്ഷെ ഇനി ടൂർ അതിനാവും. റോക്സ് ബ്ലാക്ക് റോക്സ്. അപ്പൊ ഇനി നമ്മൾ ഉടുപ്പി എത്താനാകുമ്പോൾ കാണാം. ഏകദേശം നമ്മൾ ബോർഡറെല്ലാം കയറി. വൈകുന്നേരമായിട്ട് കുറച്ചേ ചായ പിടിക്കാം അല്ലേ. കോഫി ടൈമായാ കുറച്ച് കൂടി കേട്ടല്ലേ. കുറച്ചൊന്നും കഴിഞ്ഞിട്ട് നമുക്കൊരു നമ്മളെ സാരഥിക്കൊരു കോഫി കൊടുക്കണം. ബ്ലാക്ക് കോഫി അല്ലേ. ബ്ലാക്ക് കോഫിയല്ലേ പിടിക്കുള്ളൂ. മിൽക്ക് കോഫി സ്വീറ്റ് ഒന്നും കഴിക്കൂല അല്ലേ. ഉറക്കമില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കോഫീൻ്റെ ആളാണ്. ഇതിൽ അന്ന് പോകുമ്പോൾ നമ്മൾ രാത്രി 12 മണിക്കോ 1 മണിക്കല്ലേ പോയത്. ആ സമയത്തല്ലേ ഇതിലെ ഈ റോട്ടിലെ പോയതല്ലേ. ഈ സമയത്ത് അങ്ങനെ കഴിഞ്ഞെന്ന് തോന്നുന്നു. നമ്മള് മംഗലാപുരം കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇങ്ങനെ ടോൾ ലൈൻ റോഡായി മാറിയിട്ടുണ്ട് ഉടുപ്പിയിലേക്ക്. മംഗലാപുരം ഇത് വലിയൊരു ബിൽഡിംഗ് ഭയങ്കര വലിയ എന്ത് ഹൈറ്റ് ആണല്ലേ. അപ്പം മംഗലാപുരത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണെന്ന് വിചാരിച്ചു.
soon. ലെഫ്റ്റ് എടുത്തേ Bike is there. Wait. See this car. This guy is very dangerous. Get up. He just drove away. അതാണ് ആ ഇനോവ ഇങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത്. പഠിക്കുന്ന എന്തോ ഭയം എന്തോ. ആ വോക്സ് വാഗൺ ബ്രിട്ടീസ്. അങ്ങനെ നമ്മള് ഉടുപ്പി ടോൾ എത്തിയിട്ടുണ്ട്. ഉടുപ്പിയില് ഹെജമടി ടോൾ പ്ലാസ. ഇതാണ് ഹെജമടി ടോൾ പ്ലാസ. ഹെജമടി ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട്. ഏതായാലും സമയം 6:20 ഇനി ഒരു അരമണിക്കൂറും കൂടി ഓട്ടേ ഉള്ളൂ ഉടുപ്പിയിലേക്ക്. 28 കിലോമീറ്റർ. ഇവിടെ ഉണ്ടോ? ഇതാണ്. അപ്പൊ ഇനി പതുക്കെ ഈ ടോള് പാസ് ചെയ്തിട്ട് ഉടുപ്പിയിലെത്തിയിട്ട് റൂമിലെത്തിയിട്ടെല്ലാം കാണാം. അങ്ങനെ ഉടുപ്പിയിൽ സാധന കംഫർട്ടിൽ എനിക്ക് റൂം കിട്ടി. ഞാൻ മുന്നേ ബുക്ക് ചെയ്തിരുന്നു. പിന്നെ ഇന്നലെ വിളിച്ച് എനിക്ക് പരിചയമുള്ളൊരു ഹോട്ടലാണിത്. അപ്പം ഞാനിവിടെ മുന്നേ വിളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് റൂം കിട്ടി. അപ്പോൾ ഞാൻ റൂമിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളി റൂമാണ്. ഉണ്ടോ? TV ഉണ്ട്. അപ്പോൾ ഇത് ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിൾ ഇവിടുന്ന് ഒരു നടക്കാനേ ഉള്ളൂ. ഒരു എന്താ പറയുക 100-150 മീറ്റർ നടക്കാനേ ഉള്ളൂ. ഒന്ന് ബാത്റൂം കാണിച്ചു തരാം. കണ്ടോ? നല്ല അടിപൊളി റൂം. ഇത് എനിക്ക് ഇപ്പം സീസണോ എന്താ പറയുക ബുക്കിംഗ് കുറഞ്ഞുകൊണ്ടറിയില്ല. എനിക്ക് നല്ലൊരു റീസണബിൾ പ്രൈസിലാണ്. ഞാൻ മുന്നേ വന്നിരുന്നു. എന്നെ ഇവിടുത്തെ പയ്യൻ്റെ നമ്പർ എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനങ്ങനെ എനിക്ക് വിളിച്ച് സംസാരിച്ചിട്ടാണ് ഇവിടെ റൂം കിട്ടിയത്. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുവരണം. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് പിന്നെ സാധനങ്ങൾ കാറിന്ന് എടുത്ത് കൊണ്ടുവെക്കാനുണ്ട്. അപ്പോൾ ഞാൻ താഴെ പോയിട്ട് അതൊക്കെ എടുത്ത് കൊണ്ടുവെക്കട്ടെ. ഞാൻ ഫ്രണ്ടിൽ നിന്നുള്ള ഹോട്ടലിലെ ഫ്രണ്ട് വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു 6:30 ആകുമ്പോൾ നമ്മളിവിടെ ഉടുപ്പിയിലെത്തി. അപ്പോൾ ഇവിടെ ഈ സാധന ടവർ, ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ് ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് നമുക്ക് പിന്നെ ഇവിടെ പാർക്കിംഗ് ഭയങ്കര സ്റ്റീപ്പാണ്. അതുകൊണ്ട് നമ്മൾ റോഡ് സൈഡിൽ വണ്ടി ഇട്ടാണ്. ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ സാധാരണ ആൾക്കാർ ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ വണ്ടി ഇടുന്നതാണ്.